ഹലോ ഫ്രണ്ട്സ്, ഞാൻ അതുൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ എല്ലാവരും ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരു ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 50 MB സൈസ് വരും. അതിൻ്റെ പുറമെ നമ്മൾ മെസ്സേജർ ആപ്പ് വേറെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിനും വരും ഒരു 35 MB 50 MB സൈസ്. പക്ഷേ ഈ സൈസ് ഒന്നുമില്ലാതെ അതേ ഉപയോഗം നടക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ. അതിന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് തരുന്നുണ്ട്. ലിങ്ക് തന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് പോകാൻ പറ്റും. ഹാക്ക് ആൻഡ് നെറ്റ്വർക്ക് ടിപ്സിൻ്റെ ഒരു ബ്ലോഗർ സൈറ്റിലേക്ക് പോകാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾ നേരെ ഇവിടെ കണ്ട് ഈ ഡൗൺലോഡിങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഡൗൺലോഡിങ് സെക്ഷനിലേക്ക് പോകാൻ പറ്റും. കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു വിൻഡോ വരും. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാം. ആക്ച്വലി ഞാനിത് ഡൗൺലോഡ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ മെസ്സഞ്ചറിനായിട്ട് പ്രത്യേക ആപ്ലിക്കേഷൻ ആവശ്യമില്ല. അതുപോലെ ഇത് നമുക്ക് നേരിട്ട് ഫേസ് വെച്ചിട്ട് ടാഗ് ചെയ്യാൻ പറ്റും. ഒരാളുടെ പ്രത്യേകമായിട്ട് മുഖം വെച്ചിട്ട് ടാഗ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ തുറക്കാം. ഓക്കെ, തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ സാധാ ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്ത് കൊടുക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നോട്ട് നമ്പർ കൊടുക്കാം. സാധാ യൂസേഴ്സിൻ്റെ അറിയാവുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇതിൽ ഫ്രണ്ട് റിക്വസ്റ്റ് കാണാം, അതുപോലെ തന്നെ മെസ്സേജസ് കാണാം, അതുപോലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് ലൈക്ക് ചെയ്യാൻ പറ്റും. സാധാ FB യൂസേഴ്സിൻ്റെ അതേ എല്ലാ യൂസിങ്ങും ഇതിൽ നടക്കും. അതിൻ്റെ കൂടെ നമുക്ക് FB ലൈറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് നെക്സ്റ്റ് ഒക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആവശ്യം ഇതിലില്ല. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഫീഡ്സ് നമുക്ക് ഇതിൽ കിട്ടും. അതിൻ്റെ കൂടെ ന്യൂ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഫ്രണ്ട് ലിസ്റ്റ് കാണാം. അതുപോലെ നമ്മളെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈലിലേക്ക് പോകാനാണെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പോവാം. ഇനി നമുക്ക് ഇതിൽ മെസ്സേജിങ് സെക്ഷൻ നോക്കാം. ഓക്കെ, മെസ്സേജിങ് സെക്ഷനിൽ നമ്മൾ ഒരു സെക്ഷൻ എടുത്തു. നമുക്കിതിൽ സാധാ പോലെ മെസ്സേജിങ് സെക്ഷൻ വരുന്നുണ്ട്. സാധാ മെസ്സേജിങ് സെക്ഷൻ നമുക്കിതിൽ വരും. ഇതിന് ഒരാൾ മെസ്സേജ് അയക്കാൻ റീലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സാധാ പോലെ തന്നെ വന്നോളും. പിന്നെ അതുപോലെ തന്നെ നമുക്കിനി വീഡിയോ സെക്ഷനിലേക്ക് നോക്കാം. ടൈം സെക്ഷനിൽ നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്യാം. നമുക്ക് ഇപ്പോൾ വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. അതുപോലെ ഡൗൺലോഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെക്ഷൻ കണ്ടില്ല, ഇതാണ് നമ്മുടെ എല്ലാ വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നത്. അത് നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഈ ലിങ്ക് ഒന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ഫയൽ ചെയ്യണോ അതോ നേരിട്ട് നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ സോഴ്സും നമുക്ക് ഇതിലുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ എഫക്ട്സ്. അതുപോലെ നമുക്ക് ഫേസ് വെച്ചിട്ട് ടാഗ് ചെയ്യുമ്പോൾ ഫേസ് വെച്ചിട്ട് കൂടെ നെയിം അടിച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് ഫേസ് വെച്ചിട്ട് നമ്മുടെ ഫേസിനെ ടാഗ് ചെയ്യാൻ പറ്റും.
ചെയ്താൽ എല്ലാ FB യൂസേഴ്സിനും കിട്ടാവുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഫീച്ചേഴ്സും എടുക്കാം. ഞാൻ തന്നെ നിർദ്ദേശം, നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ലോഗൗട്ടിങ് ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഡൗൺലോഡ്സിനും ഞങ്ങളുടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് അതിൽ ആഡ് ആവാനാണെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടെ വയ്ക്കുന്നുണ്ട്.